കോഴിക്കോട് പന്തീരങ്കാവ് ടോൾ പ്ലാസയ്ക്കെതിരെ വ്യാപകമായ പരാതി. വാഹനം വീട്ടിലുള്ള സമയങ്ങളിൽ പോലും ഫാസ്ടാഗ് വഴി പണം നഷ്ടമാകുന്നു എന്നാണ് ആരോപണം. ഒരു തവണ മാത്രം കടന്നുപോയ വാഹനങ്ങളിൽ നിന്നും കൂടുതൽ പണം നഷ്ടമാകുന്നു. ടോൾ പ്ലാസ അധികൃതരെ പരാതി അറിയിക്കുമ്പോൾ പണം മടക്കിത്തന്ന് പ്രശ്നമൊതുക്കാൻ നീക്കുമെന്നും പരാതിക്കാർ പറയുന്നു. 10 മണിക്ക് 11 മണിക്ക് ഇവിടുന്ന് റിട്ടേൺ പോയതാ. 11 മണിക്ക് വേണ്ടിയിട്ട് 11:20 ആകുമ്പോഴാണ് ഈ മിസ്റ്റേക്ക് വരുന്നതെന്നുണ്ടെങ്കിൽ ഓക്കെ സമ്മതിക്കാം. ഇത് 2:02 രണ്ടാമത് പൈസ വിളിക്കുന്നത് 2:02. അപ്പൊ ഇത്രയും ഗ്യാപ്പോ ഇവർക്ക് ഒരു മിസ്റ്റേക്ക് ഉണ്ടാവാന് അതല്ലേ ചോദിക്കണേ. ഇതിപ്പോ ഞാനിപ്പോ ഇവിടെ വന്ന് നിങ്ങളോട് ചോദിച്ചോണ്ടേ ഇവിടുന്ന് എനിക്ക് അവിടെ 20 മിനിറ്റ്സ് റൈഡുള്ളൂ. അതുകൊണ്ട് ഓക്കെ. ഇതിപ്പോ പുറത്തുനിന്ന് ദൂരമുള്ള ഒരാളാണെന്ന് കരുതി. ഇന്നലെ രാത്രി എനിക്കൊരു മെസ്സേജ് വന്നു. ഇന്നത്തെ മെസ്സേജ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് രാത്രി ഒരു 2:01 ആയപ്പോ എന്റെ ഫോണിക്ക് വന്ന മെസ്സേജാണ്. ഒളവണ്ണ പന്തീരങ്കാവ് ടോൾ കൂടെ എന്റെ വണ്ടി കടന്ന് പറയാന് പൈസ പിടിച്ച്. പക്ഷെ എന്താന്ന് സത്യാവസ്ഥ എന്താ വെച്ച് കഴിഞ്ഞാല് വണ്ടി വീട്ടിൽ കിടക്കണുണ്ട്. അപ്പോൾ അതെന്താന്ന് ചോദിക്കാനും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഞങ്ങളിപ്പം ഇവിടെ എന്താ പറയാ ടോൾ പ്ലാസയ്ക്ക് വന്ന് ഓഫീസിലേക്ക് വന്ന് അപ്പൊ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തപ്പോ ഇവർക്ക് ബോധ്യപ്പെട്ട് വണ്ടി എന്താ പറയാ ഇതിലൂടെ കടന്നിട്ടില്ല എന്നുള്ളത് ഓർക്ക് മനസ്സിലായി. ഈ പന്തീരങ്കാവ് ടോള് ആരംഭിച്ചതിന് ശേഷം ഇത്തരത്തിലുള്ള ഒരുപാട് പരാതികൾ ഇങ്ങനെ നിരന്തരം ഉയർന്നു കേൾക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഒരു തവണയൊക്കെ ഈ ടോൾ ബൂത്തിലൂടെ കടന്നു പോയിട്ടുള്ള വാഹനങ്ങളിൽ നിന്ന് രാത്രിയിലൊക്കെ ആകുമ്പോൾ, അതായത് അർദ്ധരാത്രിയിലൊക്കെ ആകുമ്പോഴേക്കും ഫാസ്ടാഗിൽ നിന്ന് വാഹനം കടന്നു പോകാതെ തന്നെ പണം ഈടാക്കുന്നു എന്നുള്ളതാണ് വ്യാപകമായി വരുന്ന പരാതികൾ. ഇത് ഈ ഒരു തവണ കടന്നുപോയ പല വാഹനങ്ങൾക്കും ഇത്തരത്തിലുള്ള അവസ്ഥയുണ്ട്. ഒരുപക്ഷെ ദൂരെയുള്ള ആളുകളാണെങ്കിൽ, ഇപ്പോൾ ഈ പ്രതികരിച്ച യുവാക്കൾ മലപ്പുറം വേങ്ങരയിലുള്ളവരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ദൂരമില്ല. പക്ഷെ ഇപ്പോൾ എറണാകുളത്തോ തൃശ്ശൂരോ കൊച്ചിയിലോ ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം തിരിച്ച് ഇവിടേക്ക് എത്തിച്ചേർന്ന് ഇത് ചോദ്യം ചെയ്യാൻ ഒരു അവസരം അവർക്ക് ലഭിക്കാതെയാകും. ഇങ്ങനെ ഒരുപാട് പേർക്ക് പണം നഷ്ടമായിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. പലരും ഈ പണം നഷ്ടമായത് എങ്ങനെ തന്നെ അറിയാതെ ഇരിക്കുകയാണ്. ഇതൊരു സാങ്കേതിക പിഴവാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ ആ സാങ്കേതിക പിഴവ് ചോദ്യം ചെയ്യുമ്പോൾ കൂടുതൽ നടപടികളിലേക്കൊന്നും കടക്കാതെ നിങ്ങൾക്ക് നഷ്ടമായ തുക തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഇത് ഒതുക്കി തീർക്കാനാണ് ടോൾ പ്ലാസ അധികൃതർ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് വ്യാപകമായി വരുന്നൊരു പരാതി. എന്തായാലും ഒരുപാട് പേർക്ക് ഇങ്ങനെ പണം നഷ്ടമായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു ലോറി ഡ്രൈവർക്ക് പണം നഷ്ടമായതായി നമ്മെ അറിയിക്കുന്നു.